കോൺഫിഡൻസ് നിലനിർത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യു ആർ ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദി യൂണിവേഴ്സ്. മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ലേഡിക്ക് അയൺ ലേഡി എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം എന്താ, അവർക്ക് അത്രയും വിൽ പവറാണ്. ട്രംപ് പിന്നെ കുറച്ച് കോമഡി ടൈപ്പ് ആണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മൈൻഡ് വേറെ ലെവലവർ ജൈവിക കാന്തശക്തിയുണ്ട്. ഇത് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞാൽ നമ്മളുടെ കരിസ്മ കൂടും. ഞാൻ ഈ ചില്ലറ വ്യാപാരം തന്നെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ സിദ്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ എവിടെ എത്തും? ഈ ഭാഗത്തിലൂടെ തുര്യതലത്തിലൂടെ തുര്യാതീതം വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആത്മാവിനെ വിക്ഷേപിക്കുകയാണ് നേരെ റോക്കറ്റ് പോലെ. അതാണ് സമാധി. യോഗാനന്ദ പരമഹംസ കുറേ നാളുകൾ ശരീരം ജീർണിക്കാതിരുന്നു. അതിലും സൂക്ഷ്മതലത്തിലിരിക്കുന്ന ഒരു ആത്മാവിനെ പിടിച്ചിട്ട് ദൈന്ന ആത്മാവെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. അത് കോൺഫിഡൻസ് ലെവൽ അങ്ങ് പോകും ചില സമയത്തൊക്കെ. എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര നമുക്ക് മറ്റേ നട്ടല് വളയില്ല എന്ന് പറഞ്ഞാലും ചില സമയത്ത് കോൺഫിഡൻസ് പോകുന്നുണ്ട്. എങ്ങനെ നിരന്തരമായി നമുക്ക് നിലനിർത്താൻ പറ്റും? കോൺഫിഡൻസ് നിലനിർത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് യോഗയിലൊക്കെ അതിന് നല്ല നടപടികളുണ്ടല്ലോ. നമ്മൾ സൂര്യനമസ്കാരം പോലെയുള്ള ശാരീരിക വ്യായാമങ്ങൾ ചെയ്താൽ നമുക്ക് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അത് എൻഡോർഫിൻ ഉണ്ടാക്കും നമ്മൾ എക്സസൈസ് ചെയ്താൽ. മനസ്സിലായോ? ഇനി നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സെറോട്ടോണിൻ ഉണ്ടാവും. മനസ്സിലായോ? ഇനി നമ്മൾ ഹഗ് ചെയ്തു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ഒരു അൺകണ്ടീഷണലി എല്ലാവരെയും ലവ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഓക്സിറ്റോസിൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ 3 ഹോർമോൺ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി പിന്നെ ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദി യൂണിവേഴ്സ്. മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. ഇത് മൂന്നും ഉണ്ടെങ്കിൽ. ഇപ്പോൾ നരേന്ദ്രമോദി, പിണറായി വിജയൻ, ഇപ്പോൾ ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇവരെ ഡെയിലി ട്രോളാത്ത ആരുമില്ല. അതെ, ഇപ്പം ട്രോള് നമ്മുടെ മുഖ്യമന്ത്രിക്കും ഡെയിലി കിട്ടാറുണ്ട്, എല്ലാ തരത്തിലും കിട്ടുന്നു. പക്ഷെ അവർക്ക് ഇത്രയും അവരിതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ കാര്യം അറിയാം, അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ്. പിണറായി വിജയൻ, അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അഥവാ ഈ ലൈഫിൽ ചെയ്തില്ലെങ്കിൽ പോലും ഒരു പാസ്റ്റ് ലൈഫിൽ അത് ചെയ്ത വ്യക്തികളായിരിക്കും. അതിന്റെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. അദ്ദേഹം ഇപ്പോഴും സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അത് രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് ഒരിടത്തും ഒരു പിന്നെ പരാജയപ്പെട്ടു പോയ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിയില്ല. അതാണ് വലിയൊരു കോൺഫിഡൻസ് ആണത്. അതെങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത്? അത് ജീവിതാനുഭവങ്ങളും കൂടി ഉണ്ട്. താഴേക്കിടയിൽ നിന്ന് അവർ വന്നപ്പോൾ അനുഭവിച്ച അനുഭവങ്ങളും എല്ലാം കണ്ടിട്ടാണ്. ഇതൊക്കെ കുറെ കണ്ടതാടാ മോനെന്ന് പറയില്ലേ. ഇപ്പൊ ഒരു ശരിക്കും ഏടുമൂത്തൊരു പോലീസുകാരൻ ഒരു കൊലപാതകത്തിന്റെ ശ്രമം കണ്ടു, അല്ലെങ്കിൽ ഒരു കൊലപാതകയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൈകാര്യം ചെയ്യണം എങ്ങനെയെന്നറിയാം. അതേസമയം ക്യാമ്പിൽ നിന്ന് ഇറങ്ങി അങ്ങ് ജോയിൻ ചെയ്ത ഒരുത്തിന് ഇത് പറ്റുമോ എന്ന് പറയുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ. അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, ഇത് കുറെ കണ്ടതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ജന്മജന്മാന്തരങ്ങൾ ആർജിച്ചതാവാം. അതും തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയും ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ജന്മജന്മാന്തരമായിട്ട് ആർജിച്ച കഴിവുകളുണ്ട്. അതാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയി നിൽക്കാൻ. ഇപ്പൊ നമുക്ക് പറ്റുന്ന ഒരു ഉദാഹരണം അതാണ് പിണറായി വിജയൻ സാറാണ്. അതെ, അദ്ദേഹത്തിന് കാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ലേഡിക്ക് അയൺ ലേഡി എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം എന്താ, അവർക്ക് അത്രയും വിൽ പവറാണ്. എനിക്ക് തോന്നുന്നു അവരുടെ മക്കൾക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ലെന്നില്ല. പിന്നെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് നരേന്ദ്രമോദി ലോകം അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം ഒന്നും കുലുങ്ങില്ല. അതും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ നമ്മള് വേറെ നേതാക്കളെ നോക്കും. ഇപ്പൊ ട്രംപ് ആരെങ്കിലും കൂസുന്നുണ്ടോ? കാരണം ഇഷ്ടംപോലെ പണമുണ്ട്, എല്ലാം അവർക്ക് ആ രാജ്യത്തുണ്ട്. പുടിൻ അവരുടെ നടപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെഞ്ചു പിരിച്ച് അവർ നടക്കുന്നു. എപ്പോഴും കോഷ്യസ് ആണ്. അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ ഇരിപ്പ് നിങ്ങൾ നോക്കിയോ? ഹൈലി കോൺഫിഡൻസ് ആണ് അവരുടെ മുഖത്തും ശരീരത്തിലും അംഗചലനങ്ങളിലും ഒക്കെ തന്നെ. നിങ്ങളൊന്ന് വീക്ഷിച്ചോളൂ പുടിന്റെ നടപ്പ്. ട്രംപ് പിന്നെ കുറച്ച് കോമഡി ടൈപ്പ് ആണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മൈൻഡ് വേറെ ലെവലവർ. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. രാഷ്ട്രീയക്കാര് അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അതായത് നമ്മളിൽ ഇപ്പോൾ വേദാദ്രി മഹർഷി പറയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളിലൊരു ബയോ മാഗ്നറ്റിസം ഉണ്ട്, ജൈവിക കാന്തശക്തിയുണ്ട്. ഇത് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞാൽ നമ്മളുടെ കരിസ്മ കൂടും. ഇവർ ജസ്റ്റ് ചെന്നൊന്ന് സംസാരിച്ചാൽ മതി ഒരു വേദിയിൽ, അവിടെ ആളുകളങ്ങ് നിറയും.
ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ആർക്കാ? ഓഷോ രജനീഷ്, അതുപോലെ തന്നെ ശ്രീ രവിശങ്കർ, ശ്രീ സത്യ സായിബാബ, ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇവരെന്തുകൊണ്ട് മറ്റുള്ള വ്യക്തികളെയൊക്കെ കൂടുതൽ ഇവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആൾക്കാർ? ഇതാണ് ഈ കരിസ്മയാണ്. ഇവരുടെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വശീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പാതഞ്ജല യോഗസൂത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3-ാം പാദമുണ്ട്. അത് മാനിഫെസ്റ്റേഷന്റെ പാദം എന്നാണ് ഞാൻ വിളിക്കുന്നത്. മാനിഫെസ്റ്റേഷന്റെ ടെക്നിക്സ് എല്ലാം 3-ാമത്തെ ചാപ്റ്ററിലുണ്ട്. എന്താ പറയുന്നത്? അതില് സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ധികൾ, അഷ്ടസിദ്ധികൾ: ലഘിമ, അണിമ, മഹിമ, ഗരിമ, പ്രാപ്തി, ഈശിത്വം, വശിത്വം. ഈ വശിത്വത്തിൽ വരും ഇതൊക്കെ. ഈശിത്വത്തിൽ വരുന്നത് ലാസറെ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിട്ട് കൈപിടിക്ക് പിടിച്ചാൽ മരിച്ചവൻ എഴുന്നേറ്റ് വരും. ഈശ്വരന് തുല്യവുമാണ്. അപ്പോൾ ഈ പാതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ട് അത് വർഷങ്ങളോളം പരിശീലിക്കുന്ന ഒരാൾക്ക് ഈ അഷ്ടസിദ്ധികൾ ഉണ്ടായേ മതിയാവും. ഞാൻ ഈ ചില്ലറ വ്യാപാരം തന്നെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ സിദ്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ എവിടെ എത്തും? തീർച്ചയായിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പാതഞ്ജല യോഗസൂത്രവും ഇതൊന്നും വെറും കളിയല്ല, അതിലെല്ലാം കാര്യമുണ്ട്. അതുപോലെ തന്നെ ആത്മാക്കളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഉപനിഷത്തുകൾ നോക്കിയാൽ മതി. ഈശവാസു ഉപനിഷത്തിലൊക്കെ കൃത്യമായിട്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു സാഗരത്തിൻ്റെ ഭാഗമാണ്. സാഗരത്തിൽ ഉപ്പുണ്ട്. ഉപ്പ് എവിടെ ഇരിക്കുന്നത്? സാഗരത്തിലാണ്. സാഗരം എവിടെ ഇരിക്കുന്നത്? ഉപ്പിലാണ്. അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. സകല ചരാചരങ്ങളും ഒന്നിൻ്റെ ഭാഗമാണ്. ആ ഒന്നിലേക്ക് തിരിച്ചെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരന് തുല്യമാവും എന്നാണ് പറയുന്നത്. അതിനാണ് സമാധി എന്ന് പറയുന്നത്. സമത്തോട് ആധിയാവുക. അതാണ് വലിയ വലിയ വ്യക്തികൾ അവരുടെ ദേഹം വിയോഗം ചെയ്യുന്നു. ഇപ്പോൾ സാധാരണഗതിയിലുള്ള വ്യക്തികൾ എങ്ങനെ ദേഹം വിയോഗം ചെയ്യുന്നത്? അവർ വാ തുറന്നിട്ട് പോവും, കണ്ണിലൂടെ പോവും, നവദ്വാരങ്ങളിലൂടെയാണ്. ചിലപ്പോൾ മലം പോവും, മൂത്രം പോവും, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഒരു വ്യക്തി സ്വയം തൻ്റെ മരണം ഇന്ന ദിവസമെന്ന് പ്രവചിച്ചിട്ട് നട്ടെല്ല് നിവർത്തി ആ ചമ്രം പടിഞ്ഞങ്ങ് ഇരുന്ന് ആ യോഗ പോസ്റ്ററിൽ ഇരുന്നിട്ട് ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്തിലൂടെ തുര്യതലത്തിലൂടെ തുര്യാതീതം വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആത്മാവിനെ വിക്ഷേപിക്കുകയാണ് നേരെ റോക്കറ്റ് പോലെ. അതാണ് സമാധി. സമത്തോട് ആധിയാകം എന്ന് പറയും. ഇപ്പോൾ ഓരോരുത്തരും സമാധി എന്നൊക്കെ പറഞ്ഞ് മരിച്ചു പോയവരൊക്കെ കൊണ്ടുപോയിട്ട് കബറടക്കി വെക്കുന്നുണ്ട്. അതൊന്നും സമാധിയല്ല. ഇപ്പോൾ ജീവൻ മുക്ത സമാധി വന്ന ആൾക്കാരാണ് സിദ്ധന്മാർ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വേറെ തലമാണ്. അവരുടെ ശരീരം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ അങ്ങനെ ഒരു യോഗാനന്ദ പരമഹംസ അദ്ദേഹത്തിന്റെ ദേഹം യോഗം ചെയ്ത ശേഷം വീണ്ടും കുറെ നാളുകൾ ശരീരം ജീർണിക്കാതിരുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള അത് മാത്രമല്ല, വേറെ ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വന്നാൽ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ഇപ്പോഴും അഴുകാത്ത ശരീരമാണ്. ആൾക്കാർ വന്നിട്ട് പോകുന്നു. എങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതൊക്കെ സയൻസിന് ശരിക്കും ഇതൊക്കെ ഞാൻ വീണ്ടും 24 പറയുകയാണ്. ഇതൊക്കെ ഒന്ന് എന്താണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്? യോഗിയുടെ ആത്മകഥ വായിക്കുമ്പോഴും അറിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ജീർണിക്കാതെ. ഇപ്പൊ അങ്ങ് പറഞ്ഞ സെന്റ് ഫ്രാൻസിസ് അസീസ് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഉണ്ട്, ഭൗതിക ശരീരം ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ സയൻസ് അവരൊന്ന് തേടി പിടിച്ചു പോയാൽ ചിലപ്പോൾ അവർക്ക് ഇതിന്റെ മറുപടി. ഞാൻ പറയട്ടെ, സയൻസ് ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. അതെ അല്ല, ഇതിന്റെ സയൻസ് ലോജിക്ക് വെച്ച് ചിന്തിക്കുന്നതാണ് സയൻസ് കൂടുതലും. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, കണ്ടിട്ടുണ്ടോ? അനുഭവിക്കാനേ സാധിക്കുള്ളൂ. ആത്മാവ് ഇതുപോലെയാണ്. അപ്പൊ അവര് പറയും O2 എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ 2 തന്മാത്ര ചേർന്നാൽ എന്തായി? ഓക്സിജൻ ആയെന്ന്. ആത്മാവിന് അങ്ങനെ പറ്റുമെന്നാണ് ഒരു ചോദ്യം വന്നത്. അങ്ങനെ പറ്റുമെന്നാണ് ചോദിച്ചത്. പക്ഷെ O2 എന്ന് പറഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭൗതിക തലത്തിലുള്ള ഒരു ഗോചരമല്ലെങ്കിലും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. അതിലും സൂക്ഷ്മ തലത്തിലിരിക്കുന്ന ഒരു ആത്മാവിനെ പിടിച്ചിട്ട് ഇന്ന ആത്മാവെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കാം. ഒരു വ്യക്തിക്ക് ഒരു ആത്മാവിന്റെ അനുഭവം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അച്ഛനെയോ അമ്മയോ വിളിക്കണോ? അവരിപ്പോൾ ഏത് തലത്തിലാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് അവർ വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. വ്യക്തിപരമായിട്ട് വേണം. അത് നമ്മളിങ്ങനെ പൊതുവേദിയിൽ ഇരുന്നില്ല. പൊതുവേദിയിൽ ഇരിക്കുമ്പോൾ പല എനർജി ഇൻവോൾവ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസൾട്ടേഷൻ റൂം, ഹീലിംഗ് റൂം, അവിടെ ഒരു പവറുണ്ട്, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ വെച്ച് ഇതൊക്കെ വിളിക്കാവൂ. അല്ല അത് സ്റ്റുഡിയോയിൽ ഞാനത് വിളിച്ചു, ഞാൻ സംരക്ഷണം ഇട്ടു, ചിലപ്പോൾ വിളിച്ചവന്റെ ശരീരത്തിൽ കയറിയിട്ട് അവൻ പോകും. അതാണ് രാജീവ് ഭായ് എന്ന് പറഞ്ഞത്. ഞാനിപ്പോ കൊണ്ടുവരാം, നിന്റെ ശരീരത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നാലല്ലോ ഇയാള് തിരിച്ചു മാറ്റിയില്ലെങ്കിൽ അവൻ ആ ആത്മാവായിട്ട് നടക്കേണ്ടി വരും. അപ്പൊ ഇത് അവർക്ക് അറിയില്ല.
അതെ പക്ഷെ അതിലൊരു വ്യക്തി വന്ന് ഞങ്ങളോട് സോറിയൊക്കെ പറഞ്ഞു കേട്ടോ, ഇതിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു സോറിയും പറഞ്ഞു. എന്തായാലും ഇതില് ഈ ഒരു വലിയ സമുദ്രത്തിൽ ഇറങ്ങിയാൽ മാത്രമേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അതെ. എന്നാലും ഇത്രയും സമയം നമ്മളോടൊപ്പം അങ്ങനെ വലിയ വില, അല്ലെങ്കിൽ ഈ സമയത്തിന് വില കൽപ്പിക്കാൻ പറ്റില്ല, എന്നാലും ആ വലിയ സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇനിയും അങ്ങ് വരണം. തീർച്ചയായിട്ടും.